വൈദ്യുതി ചാർജ് വർധനവ് അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെയും സാധാരണക്കാരായ ജനങ്ങളുടെയും ജീവിതം ദുരിതപൂർണമാക്കിയിരിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവും DCC എക്സിക്യൂട്ടീവ് അംഗവുമായ നീതികുളം സദാനന്ദൻ പറഞ്ഞു. വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുലശേഖരപുരം ആദിനാട് UWEC മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുതിയകാവ് ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിൽ നടന്ന ധർണയും ചൂട്ടുകത്തിച്ചുള്ള പ്രതിഷേധവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നീതികുളം സദാനന്ദൻ. എങ്ങനെ ജനത്തെ കൊള്ളയടിക്കാം? ഒരു കാര്യം നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷം ഈ നേരത്തെയുള്ള ഭരണം അത് ഗതിയാണെന്ന് അതിനൊരു മാറ്റം ഉണ്ടാവുമെന്നും പറഞ്ഞ് കേരള ജനതയെല്ലാം വലിയ സ്നേഹത്തോടുകൂടി കണ്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിനേക്കാൾ ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ദുർഭരണം മുന്നോട്ട് പോകുന്നത്. സ്വകാര്യ മേഖലകൾ മുഴുവൻ കൊള്ളയടിച്ച്, അതുപോലെ തന്നെ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് സാധാരണക്കാരന് മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനൊക്കത്ത രീതിയിലാണ് കാര്യങ്ങൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ട് പോകുന്നത്. UWEC കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി പെരുമാനൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. UWEC സംസ്ഥാന ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി ബോബൻ ജി നാഥ് മുഖ്യ പ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ BS വിനോദ്, ബാബുജി പട്ടത്താനം, B മോഹൻദാസ്, KN പത്മനാഭപിള്ള, ലാലാരാജൻ, KS പുരം സുധീർ, മേടയിൽ ശിവപ്രസാദ്, ആദിനാട് മജീദ്, ജോൺസൺ വർഗീസ്, അനില ബോബൻ, ഗിരിജ, മീര സജി, ശ്രീകുമാരി, ഷെഫീഖ് കാട്ടയ്യം, അസ്ലാം ആദിനാട്, മുസ്തഫ, അൽത്താഫ്, ഫഹദ് തറയിൽ, K ശിവദാസൻ, മോളി S, അമ്പിളി ശ്രീകുമാർ, യൂസഫ്, വത്സല, നിയാസ് രാജ്, ഷാഫി പള്ളിമുക്ക്, ഉത്തമൻ, ദീപക് ശിവദാസ്, ജോയ്സൺ കുരിപ്പിളയിൽ, ഹമീദ് കുഞ്ഞ്, ദിലീപ് ആദിനാട് എന്നിവർ സംസാരിച്ചു. ജനങ്ങളുടെ ജനജീവിതത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്കാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വൈദ്യുതി നിരക്ക് പിണറായി സർക്കാർ ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ചതാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.